നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PR വിവാദത്തിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി. PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത പ്രതിരോധത്തിലാണ്. സംസ്ഥാന സമിതിയിലും മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നത് പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും സംശയങ്ങൾ ഉണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശവും PR ഏജൻസിയുടെ ഇടപെടലും സംബന്ധിച്ചുള്ള ന്യായീകരണങ്ങൾ പാർട്ടി നേതാക്കൾക്ക് പോലും വിശ്വാസത്തിലായിട്ടില്ല എന്നതിന്റെ സൂചന കൂടിയാണിത്. വിവാദങ്ങളുടെ പുകമറ നീക്കുകയെന്ന ലക്ഷ്യവുമായി സംസ്ഥാന സമിതി അംഗീകരിച്ച രേഖ കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുമെന്ന് ഉറപ്പാണ്. വിവരങ്ങളുമായി റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. റോഷിപാൽ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി. പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി നൽകുന്ന വിശദീകരണം പോലും അത് അംഗീകരിക്കാനോ വിശ്വാസത്തിലെടുക്കാനോ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം പ്രതിസന്ധിയിലാണ് പാർട്ടി? നിരവധി വിവാദങ്ങൾ CPM-നെ മുൻകാലങ്ങളിലും വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും പുതുതായി മുഖ്യമന്ത്രിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്ക് പോലും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. പാർട്ടി വേദിയിൽ സംസ്ഥാന സമിതിയിലാകട്ടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാകട്ടെ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ കൃത്യമായ അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കീഴ്ഘടകങ്ങളിലേക്ക് അത് ജില്ലാതലങ്ങളിലും മറ്റ് ഏരിയ തലങ്ങളിലും ബ്രാഞ്ച് തലങ്ങളിലുമേക്കും ഇത് ഒരു വിശദീകരണമായി പോകുമ്പോഴും അവിടെയും കൃത്യമായി ചോദ്യങ്ങൾ ഉയരും. കാരണം ഈ PR കമ്പനി വിവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം, അതിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് വന്ന പരാമർശം, ആ പരാമർശം അത് താൻ നൽകിയ അഭിമുഖത്തിലില്ല, അത് അങ്ങനെ ആരോ കൂട്ടിച്ചേർത്താണ് എന്ന തരത്തിലുള്ള വിശദീകരണം. PR കമ്പനി യുമായി ബന്ധമില്ല, അങ്ങനെ ഒരു PR കമ്പനിയെ ചുമതലപ്പെടുത്തിയില്ല എന്നടക്കമുള്ള വിശദീകരണം ഉണ്ടെങ്കിൽ പോലും ദില്ലിയിൽ കേരള ഹൗസിൽ അഭിമുഖം നടക്കുമ്പോൾ എങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി അവിടെ എത്തിച്ചേർന്നു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. പാർട്ടി നേതാവിൻ്റെ മകനാണ് പൂർണ്ണ ഉത്തരവാദിത്തം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതും അവിശ്വസനീയമാണെന്ന ഭൂരിഭാഗം നേതാക്കളും പ്രതികരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ADGP MR അജിത് കുമാർ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് RSSൻ്റെ പ്രധാന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച പ്രതിപക്ഷമടക്കം ആയുധമാക്കി മുന്നോട്ട് പോകുമ്പോഴും അവിടെയും പ്രതിസന്ധിയിലാകുന്നത് പാർട്ടി നേതൃത്വം തന്നെയാണ്. പ്രത്യേകിച്ച് സമ്മേളന കാലയളവാണ്. അവിടെ ഓരോ സമ്മേളന വേദികളിലും നേരത്തെ മുതൽ തന്നെ അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അവിടെ ചർച്ചയാകുന്നു. അതിനൊപ്പം ഏറ്റവും ഒടുവിൽ ഈ PR കമ്പനി വിവാദവും ചർച്ചയാകുമ്പോൾ അവിടെ പാർട്ടി നേതൃത്വമാണ് പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്നത്. ഏതായാലും സംസ്ഥാന സമിതി അംഗീകരിച്ച വിശദീകരണക്കുറിപ്പ് അത് കീഴ്ഘടകങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതാണ് പാർട്ടി നേതൃത്വത്തെയും ആശങ്കപ്പെടുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സമിതിയിൽ നൽകിയ വിശദീകരണങ്ങളിൽ പൂർണ്ണമായും നേതാക്കളൊക്കെ തൃപ്തരല്ല. കൃത്യമായി മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യശരങ്ങൾ ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ വെല്ലുവിളി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഈ വിഷയം പ്രതിപക്ഷം വിട്ടു പോകാൻ തയ്യാറല്ല. പ്രതിപക്ഷം ഇത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിടുമെന്ന കാര്യത്തിലും സംശയമില്ല. റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ഒരു പ്രതിരോധം പോലെ തന്നെയാണ് പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ CPI ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഏതു രീതിയിലായിരിക്കും പാർട്ടി ഈ വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? എന്തു രീതിയിലുള്ളൊരു വിശദീകരണമായിരിക്കും ഇനി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? ഈ വിവാദങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചതാണ്. മുഖ്യമന്ത്രി പാർട്ടി വേദിയിൽ നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണവും. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുമധ്യത്തിലുള്ള കുറേ സംശയങ്ങൾ, ഈ PR കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട്. ഒപ്പം ADGP MR അജിത് കുമാറിനെതിരെ ഇത്രയും ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംരക്ഷിച്ചു എന്ന ഒരു ചോദ്യവുമുണ്ട്. അത് പൊതുമധ്യത്തിലുണ്ട്. ആ ചോദ്യം അത് പാർട്ടി നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോഴും അവിടെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും ADGPക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ വരികയും നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത്രയും കാലയളവിൽ PV അൻവർ ആരോപണം ഉന്നയിച്ചു, അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ ചില പ്രധാനപ്പെട്ട RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നു. ആ ഘട്ടത്തിലൊക്കെ അത് നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്.